ലോകകപ്പിൽ ജയിച്ച് സ്പെയിനാണ് ജയിച്ചല്ലേ. സ്പെയിന് ലോകകപ്പിൽ വരുന്നതിന്റെ മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്താ പ്രഖ്യാപനം? ഇസ്രായേൽ ലോകകപ്പിൽ വന്നാൽ ഞങ്ങൾ മത്സരിക്കാൻ വരൂല. ആ പ്രഖ്യാപനത്തെ പിന്തുടർന്നുകൊണ്ട് അവർ പൊരുതി ജയിച്ചു. ആരാ സ്പെയിനെ നയിച്ചത്? സുബ്ഹാനല്ലാഹ്. യമാലിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും അങ്ങനെ സോഷ്യൽ മീഡിയകളിൽ നമ്മളെ മക്കൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ടിൽ സുജൂദ് ചെയ്ത ആ ചിത്രങ്ങളൊക്കെ കാണുമ്പോ ചില ആവേശമുള്ള കുട്ടികൾക്ക് കണ്ട നമ്മളെ യമാല് സുജൂദ് ചെയ്യുന്ന ആളാണ്. ഫുട്ബോൾ ഗ്രൗണ്ടിൽ സുജൂദ് ചെയ്ത്, സുജൂദിനൊക്കെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. സുജൂദ് എപ്പോഴും ചെയ്യാൻ പറ്റൂല. വുദു ഇല്ലാതെ സുജൂദ് ചെയ്യാൻ പറ്റൂല. ഔറത്ത് മറയ്ക്കാതെ സുജൂദ് ചെയ്യാൻ പറ്റൂല. ഖിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ് സുജൂദ്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ സുജൂദിന്റെ നിയമങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. ഞാൻ യമാലിന്റെ സുജൂദിനെ ആക്ഷേപിച്ചതല്ല, മറിച്ച് ഈ ലോകകപ്പുകളും മറ്റു മത്സരങ്ങളും പരിപാടികളൊക്കെ നമ്മളെ മുമ്പിൽ ഇങ്ങനെ നടക്കുമ്പോ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ചില വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ അതിന്റെ ഇടയിലൊക്കെ ഉണ്ട്. ഇപ്പൊ മെസ്സി ഗ്രൗണ്ടിൽ നിന്ന് പോകുമ്പോ മെസ്സിന്റെ കോച്ച് ഇങ്ങനെ കരയും. കോച്ച് കരയുന്നത് കണ്ടപ്പോ മെസ്സിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മെസ്സിയും കരഞ്ഞു. എന്തൊരു സൗഹൃദം, എന്തൊരു റെസ്പെക്ട്. എന്താ കോച്ച് കരയാൻ കാരണം? ഞാൻ പരിശീലിപ്പിച്ച് വാർത്തെടുത്ത എന്റെ ശിഷ്യൻ വിജയം കൈയാളുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ പന്ത് കിട്ടിയില്ലല്ലോ, വല്ലാതെ വിഷമിച്ചു പോയി. അപ്പൊ കോച്ച് ഇങ്ങനെ കരയുമ്പോ ഉസ്താദിന്റെ കരച്ചിൽ കണ്ടിട്ട് ശിഷ്യനും കരയാണ്, മെസ്സി കരയാണ്. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ ഷെയ്ഖ് ഒന്ന് കണ്ണൊലിപ്പിച്ചാൽ, കണ്ണീരൊഴുക്കിയാൽ വരുമോ? കണ്ണീര് വരുമോ? വരൂലേ? ശിഷ്യന്മാരാകുന്ന, മുരീദന്മാരാകുന്ന നമുക്കൊക്കെ കണ്ണീര് വരും. അപ്പൊ ഒരു നല്ലൊരു കൂട്ടായ്മ ആത്മീയ രംഗത്തും വേണം. നമ്മളെ മുന്നിൽ നമുക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദ് സയ്യിദ് അവറുകൾ അവരുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കണം. അവരുടെ പരിശീലന കളരിയിൽ നമ്മൾ പങ്കെടുക്കണം. അത് ഒരാഴ്ചയിൽ പോരാ, 2 ആഴ്ച പോരാ, 1 കൊല്ലം പോരാ, 2 കൊല്ലം പോരാ, 10 20 കൊല്ലം മതിയാക്കാൻ പറ്റുന്നതല്ല. മൗത്ത് വരെയും മൗത്തിന്റെ ശേഷം പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടുന്നത് വരെ ആ ശൈഖിന്റെ ബന്ധം, ആ മുരീദിന്റെ ബന്ധം, ആ ഉസ്താദിന്റെ ബന്ധം, ആ അഹ്ലുൽ ബൈത്തിനോടുള്ള ബഹുമാനം നിലനിർത്താൻ കഴിയണം. പാതി വഴിയില്ല ബന്ധം വിച്ഛേദിക്കേണ്ടി വന്നാൽ മനസ്സിലാക്കണം, കുരുത്തക്കേട് സംഭവിച്ചു പോയതാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പറയുന്ന എനിക്കും ഭയം വേണം, കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഭയം വേണം. മൈക്കിലൂടെ ഇപ്പം പറയാൻ പറ്റൂല. അങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ പുരോഗമിച്ച കാലം ചില വസ്തുതകള് തങ്ങന്മാര്, ആലിമീങ്ങൾ, ഉസ്താദുമാരെന്നൊക്കെ പറഞ്ഞാല് തീക്കൊള്ളിയാണ്. അത് ഉപയോഗിക്കേണ്ടത് പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ പൊള്ളും. അല്ലാഹു അദബുള്ളവരിൽ നമ്മളെയൊക്കെ പെടുത്തി തരട്ടെ. വലിയ പ്രഭാഷകൻ രംഗത്ത് നിറഞ്ഞു നിന്ന ആളുകൾ അവര് സുബ്ഹാനല്ലാഹ് അവരെങ്ങനെ മാറിപ്പോകാൻ കാരണം എന്താണ്? ഒരു വാക്കിൽ, ഒരു സമീപനത്തിൽ എന്തെങ്കിലും സൂല്ലതവ് സംഭവിച്ചതാണ്. ഞാൻ ആരെയും ഇവിടെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, എനിക്കുൾക്കൊള്ളാൻ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഖസാലി റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, ആരാണ് മാനവർകൾ? മുഅ്മിനീങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള തത്വജ്ഞാനം ലോകത്ത് വിളംബരം ചെയ്തവരാണ്. ആ ഖസാലി ഇമാം പറയുന്നുണ്ട്, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഇത് നിർത്തുകയാണ്, സന്ദർഭോചിതമായി വന്നതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ സുബ്ഹാനല്ലാഹ്, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നതിൽ ഏറ്റവും ചെറിയ ശിക്ഷ എന്താണെന്നറിയുമോ? അല്ലാഹ് പറഞ്ഞ ഹദീസ്, ഖുദ്സിയായ ഹദീസ്, അതാണല്ലോ അല്ലാഹുവിന്റെ പറച്ചിൽ.
എനിക്ക് വഴിപ്പെടുന്നതിൽ സ്വന്തം ആഗ്രഹങ്ങൾ തെരഞ്ഞെടുത്തു. എനിക്ക് വഴിപ്പെടുന്ന ഇടത്ത് നിന്ന് അതാ ഇഖ്ലാസിൽ കളങ്കം വരുത്തിയ മനുഷ്യനെ കൊണ്ട് ഞാൻ ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന ശിക്ഷ അൻ ഉഹർരിമഹു ലദീദ മുനാജാതി. എന്നോട് അഭിസംബോധനം ചെയ്യുമ്പോ, എനിക്ക് ഇബാദത്ത് ചെയ്യുമ്പോ അവന് ആത്മീയമായ മധുരം ഞാൻ തടഞ്ഞു നിർത്തും. അവന് ആ മധുരം കൊടുക്കൂല. ഇപ്പൊ എന്താണെന്നറിയില്ല, ഒരു ഉത്സാഹം കിട്ടുന്നില്ല. റാത്തീബിലൊന്നും പങ്കെടുക്കാൻ ഒരു പഴയ കാലത്ത് മാതിരി ഒരു രദ്ധത്ത് കിട്ടുന്നില്ല. അതിന് കാരണം നമ്മൾ തന്നെയാണ്, കാരണക്കാരൻ ഞാൻ തന്നെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അല്ലാഹു സൂഉൽ അദബിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അബൂ അംർ ബിൻ അൽവാൻ തങ്ങളുടെ സംഭവം പറയുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? ഒരു ദിവസം നിസ്കാരത്തിലേക്ക് അങ്ങ് നിന്നു. നിർത്തി നിസ്കാരത്തിലേക്ക് നിന്നപ്പോ അതാ മനസ്സിലെന്തോ ഒരു ചിന്ത. അങ്ങനെ ഉണ്ട് കുറെ ആൾക്കാർ ഈ സദസ്സിലുള്ളവരുണ്ട്. നിസ്കരിക്കാൻ നിന്നാൽ ബടക്ക് ചിന്ത, ബാഡ് ചിന്തകൾ വരുന്നു. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ ഖുർആന്റെ ചിന്തയില്ല. അത്തഹിയാത്ത് ചൊല്ലുന്നുണ്ട്, അത്തഹിയാത്താണെന്ന ബോധമില്ല. ഹബീബായ തങ്ങളെ വിളിച്ച് സലാം ചൊല്ലുന്നുണ്ട്, മദീന മനസ്സിൽ വരുന്നില്ല. ആ സമയത്ത് മോശം ചിന്തകൾ കൽബിലേക്ക് കടന്നു വരികയാ. അബൂ അംർ ബിൻ അൽവാൻ എന്ന മഹാൻ നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിൽ ഒരു മോശം ചിന്ത വന്നു. ഫവഖഅതു ഇലൽ അർളി വസ്വദ ജസദി കുല്ലഹു. പറയാണ്, ഞാൻ ഒറ്റ വീഴലോ, നിസ്കാരത്തിൽ നിലമ്പത്തി അങ്ങ് വീണു. എന്റെ ശരീരം മുഴുവനും കറുത്തു കരിയാളിച്ചു പോയി. ഫസ്തതർതു ഫിൽ ബൈതി ഫലം അഖ്റുജ് സലാസത അയ്യാം. 3 ദിവസം പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ആളുകൾ കാണുമെന്നതുകൊണ്ട് വീട്ടിൽ കതകടിച്ച് ഇരുന്നു. വകുന്തു അലിജു വസ്ലഹു ഫിൽ ഹമ്മാമി ബിസാബൂനി ഫലാ യസ്ദാദു ഇല്ലാ സവാദാ. ടോയ്ലറ്റിൽ കയറി നല്ല സോപ്പ് ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ കഴുകി, പക്ഷേ കഴുകും തോറും കറുപ്പ് വർദ്ധിക്കുകയാണ്. ഉടനെ എന്നെ അന്വേഷിച്ച് അക്കാലത്ത് ജീവിച്ചിരിപ്പുള്ള സയ്യിദു ത്വായിഫ ഖാജാ ജുനൈദുൽ ബഗ്ദാദി മഹാനവർകൾ എന്റെ വീട്ടിന്റെ മുറ്റത്തെത്തുന്നു. സുബ്ഹാനല്ലാഹ്, റിഖ എന്ന നാട്ടിൽ നിന്നാണ്, ബഗ്ദാദിൽ നിന്ന് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങളെത്തിയത്. എന്റെ മുമ്പിലേക്ക് കയറി വന്നിട്ട് ചോദിച്ചു, അമസ്തഹിയൈത മിനല്ലാഹ് കുന്ത ഖായിമൻ ബൈന യദയില്ലാഹ്. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അല്പമൊന്ന് ലജ്ജ കാണിക്കണ്ടേ? ഫസാറർതു നഫ്സക ബിശഹവത്തിൻ ഫസാറർത നഫ്സക ബിശഹവ. മോശം ചിന്തിക്കലാണോ റബ്ബിന്റെ മുമ്പിൽ നിസ്കാരത്തില്? എന്നിട്ട് മാൻ പറയുന്നു, മോനെ, ഫലൗ അല്ലാ അന്നീ ദഅഉതുല്ലാഹ ലക, ഞാൻ നിങ്ങളെ അബദ്ധത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ അല്ലാഹുവോട് ദുആ ചെയ്തിട്ടുണ്ട്. വതുബ്തു ഇലയ്യൻക, നിങ്ങൾക്ക് പകരം ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, തൗബ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ലലഖൈതല്ലാഹ ബിദാലിക്കൽ ലൗൻ. എന്റെ നിസ്കാരത്തിൽ മോശം ചിന്ത വന്നത് കാരണം നിങ്ങളെ ശരീരത്തിൽ പിടികൂടിയ ആ കറുത്ത കളറുമായി റബ്ബിലേക്ക് പോകേണ്ടി വരുമായിരുന്നു. നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് ചെന്നോ, പേടിക്കണ്ട. ഈ നിമിഷം മുതൽ കളറ് മാറ്റിയിരിക്കുന്നു. സയ്യിദ് ത്വായിഫ ഖാജാ ജുനൈദുൽ ബഗ്ദാദി. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. അതുകൊണ്ട് എന്റെ കൽബിന്റെ, നമ്മുടെ ഹൃദയങ്ങളുടെ, നമ്മളുടെ ശരീരത്തിന്റെ പാപക്കറകൾ നീക്കിയിട്ട് ആ പാപങ്ങൾക്ക് പകരം നമുക്ക് നന്മകൾ പകർത്തിത്തരാനുള്ളവരോ, നമ്മളെ റബ്ബിങ്കലിൽ ശഫാഅത്ത് ചെയ്യാനുള്ളവരാണ് നമ്മളെ
കൈപിടിച്ച ശൈഖന്മാര് കേട്ടോ, നമ്മൾ ആദരിക്കുന്ന തങ്ങന്മാര് കേട്ടോ, നമ്മൾ പ്രിയം വെക്കുന്ന ഔലിയാക്കള് കേട്ടോ, എല്ലാ ദിവസവും ഫാത്തിഹ ഓതുന്ന അജ്മീറിലെ ഖാജയില്ലേ, ബസറയിലെ റിഫായി തങ്ങളില്ലേ, ബഗ്ദാദിലെ ജിലാനി തങ്ങളില്ലേ, മമ്പുറം തങ്ങളില്ലേ, മടവൂർ ശൈഖുനയില്ലേ, കവരത്തിയിലെ ഹുജറാ പള്ളിയിൽ മാലോകര മുഹിബ്ബീങ്ങളെ നോക്കിയിട്ട് വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി ഇല്ലേ, യൂസുഫ് കോയ ചെറുകോയ തങ്ങളില്ലേ, വമ്പൻ തങ്ങളില്ലേ, വൈലത്തൂർ പാപ്പയില്ലേ, അവരെയൊക്കെ ശഫാഅത്തിൽ കൂടിയ ഞങ്ങളെയൊക്കെ നീ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ.